ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, അപ്പോൾ ഇപ്പോൾ ഞാൻ വന്ന് ഇരിക്കുന്നുള്ളൂ. ടോയ്ലറ്റാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും ഹോം ടൂർ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ വന്ന് ഇരിക്കുന്നുള്ളൂ. ഇനി പല്ല് കാര്യങ്ങളൊക്കെ തേക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ചൊന്ന് സംസാരിക്കാമെന്ന് വെച്ചു. കാരണം ഞാനിപ്പോൾ എൻ്റെ പ്രൊഡക്റ്റീവ് ഇലയോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പ്രൊഡക്റ്റീവ് എറയിലാണ്. ലൈക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ആൻഡ് ഐം സോ ഹാപ്പി. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ചൊരു ഹാപ്പി മൈൻഡ് സെറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് എന്നെ ചേഞ്ച് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ടൈമാണ്. എനിക്കൊരു പുതിയ ഗുരു വന്നു. ഓക്കെ, ഓട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാനിന്ന് രാവിലെ 5:30 എണീറ്റു. കാരണം എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം എല്ലാ ദിവസവും 4:30 4:45 എണീക്കുക, രാവിലെ ജോലിയുള്ളതുകൊണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ ഉറക്കം പോയി ഞാൻ എണീറ്റതാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും കിടന്നുറങ്ങി. ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം എത്ര ദിവസമായി രാവിലെ ജോലിക്ക് പോകുന്നു എന്നറിയോ, എത്ര ദിവസത്തെ എൻ്റെ ഉറക്കം ഉണ്ടെന്നറിയോ. കാരണം 10-11 മണി ആവും കിടക്കുമ്പം. 4-4:30 ആകുമ്പോഴത്തേക്ക് ഉറക്കം പോയി എണീക്കുക. പിന്നെ ഉറക്കം വരേക്ക് ശരിയാവില്ല, ക്ഷീണമായിരിക്കും. അപ്പം അത്രയും ദിവസത്തെ ഞാൻ ഉറക്കം ഒരു 7 മണി വരെ ഉറക്കി തീർത്തു. 7 മണി എന്ന് പറയാൻ പറ്റില്ല, ഒരു 6:30 വരെ ഉറങ്ങി തീർത്തു. 6:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ വീട്ടിൽ വിളിച്ചു. ബെഡിൽ കിടന്നുകൊണ്ടാണ് കേട്ടോ. വീട്ടിൽ വിളിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. വീട്ടിൽ വിളിച്ച് കുറച്ച് മെസ്സേജ്സിനും കാര്യങ്ങളൊക്കെ റിപ്ലൈ കൊടുത്തു. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. വീട്ടിൽ വരുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കുക്കിംഗ് കാര്യങ്ങൾ കഴിയുന്നു, ഫോൺ വിളിക്കുന്നു. ഞാൻ പിന്നെ ഇപ്പം എൻ്റെ അനിയന് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് കാരണം എനിക്ക് പേഴ്സണലി പഠിപ്പിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് നല്ല പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടോ, വല്ലപ്പോഴൊക്കെ അങ്ങനെ കുറച്ച് ക്ലാസ്സസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് ഈ ഫിസിയോണ്ട് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യണം. അതും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും സമയമാവും. 7-8 മണിയൊക്കെ അടുത്താവും. പിന്നെ എനിക്ക് പഠിക്കാനുള്ള നേരം ഇവിടെ ഇല്ല, കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് പ്ലാനിങ്സും കാര്യങ്ങളിലൂടെ ഇനി മുമ്പോട്ട് പോവും. കുറച്ചൊക്കെയാണ് ആയി തുടങ്ങുന്നു. എല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എനിവേ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ നമ്മുടെ ഒരു ഡേയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഇന്ന് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് തുടങ്ങാം. ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് ഓക്കെ, ഞാൻ എല്ലാ ദിവസവും മാക്സിമം ഫിലിം ചെയ്യാൻ നോക്കാം എൻ്റെ ഒരു ഡേ. എൻ്റെ പ്രൊഡക്ടിവിറ്റി അതുകൂടാണ്ട് വേറെ വീഡിയോസ് കൊടുക്കും, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടി ചെയ്യുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ചെയ്യണ്ടേ എന്നോർത്തിട്ട് നമ്മൾ ചെയ്തു പോകും, ആ ഒരു ഇത് വരും. അപ്പം പ്രൊഡക്റ്റീവായിട്ട് ഇങ്ങനെ ഇരുന്ന് പോയിക്കോളും. അപ്പം നിങ്ങളും വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി ആഗ്രഹിക്കുന്നവരാണ്. ഭയങ്കര തിക്കായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി അല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പം വെൽക്കം ടു മൈ പ്രൊഡക്ടിവിറ്റി ഇൻ മൈ ലൈഫ് ഗൈസ്. ഉണ്ട് ഫേസിന് വേണ്ടി മാത്രം. ഞാനിത് വേറെ എവിടെ യൂസ് ചെയ്യില്ല, മേലോടൊക്കെയാണ് ഒന്നും യൂസ് ചെയ്യില്ല. പിന്നെ ഇൻ കേസ് ഇത് അലക്കിയിട്ടേക്കും, വേറെ ഒന്നോടെ ഉണ്ട് കേട്ടോ എനിക്ക്. ഇൻ കേസ് ഇതും അതും ഒക്കെ അലക്കിയിട്ടേക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ നമ്മൾ മേലോടൊക്കെ തോർത്തുണ്ടല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കും, ഇതാക്കി കൊടുക്കും. അത് അലക്കിയിട്ടേക്കുന്നതാണെങ്കിൽ മാത്രം, അലക്കി ഫ്രഷ് ആയിട്ട് ഇട്ടേക്കുന്നുണ്ടാവില്ല, അതാണെങ്കിൽ മാത്രം. യെസ്, അപ്പം നിലവിൽ ഞാൻ ദാ ഇപ്പോൾ ഒരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് 2000 ലിറ്റർ വരെ നമുക്ക് വെള്ളം ക്യാരി ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇതെങ്ങനെ ഡെയിലി ബേസിൽ കുടിക്കുന്ന ആളല്ല. എന്ന് വെച്ചാൽ കുടിക്കാറില്ല എന്നല്ല, ജോലിക്ക് പോകുന്ന ടൈമിൽ ഞാൻ ഇത് ക്യാരി ചെയ്യാറില്ല. കാരണം നല്ല വെയിറ്റാണ്. 2000 അകത്ത് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളം വരുമ്പോൾ നല്ല വെയിറ്റാണ്. അപ്പം അത്രയും ഞാൻ ക്യാരി ചെയ്യാറില്ല. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു പകുതി ഞാൻ മാക്സിമം ഫില്ലാക്കാൻ നോക്കാറുണ്ട്. അപ്പം ഞാൻ ആദ്യം പിടിക്കട്ടെ, വെള്ളം പിടിക്കട്ടെ. കാരണം ഇന്ന് ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ദിവസം എനിക്ക് കുടിക്കാം, എനിക്ക് ഒരു പ്രശ്നമില്ല. ഇത്ര
ഇത്രയും വെള്ളം കിട്ടും. ഇത് അത്യാവശ്യം ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമായിരിക്കും, അത്യാവശ്യം ഉണ്ട് കേട്ടോ. അത് ധാരാളമാണ് എനിക്കൊരു ദിവസം കുടിക്കാൻ. അപ്പം വെള്ളം കൂടി എനിക്ക് പണ്ടേ കുറവുള്ള കാര്യമാണ്. കുഞ്ഞിലേ മുതൽ എനിക്ക് വെള്ളം കൂടി കുറവാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കുപ്പി ഉണ്ടപ്പം വാങ്ങിച്ചു, കുറച്ചൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചു. അപ്പം ഇനിവേ ഞാനൊന്ന് മൂത്രം വെച്ചിട്ട് വരാം. മൂത്രം വയ്ക്കാൻ മറന്നു, ഇപ്പം മൂത്രം വയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ബെഡൊന്നും ക്ലീൻ അല്ല. ഞാൻ ഇതൊക്കെ മാറ്റി വെട്ടം കയറാൻ പാകത്തിനാക്കട്ടെ കേട്ടോ. എനിക്ക് 3 ചെരുപ്പുണ്ട് ഗൈസ്. ഈ വീട്ടിൽ എനിക്ക് 3 ചെരുപ്പുണ്ട്. ഞാനാണെങ്കിൽ ആ സൈഡിൽ കൂടെ ബെഡിലേക്ക് കയറും, ഈ സൈഡിൽ കൂടെ കയറും. അപ്പം ആ സൈഡിൽ കൂടെ കയറി 2 അവിടെ ഇട്ടിട്ട് പിന്നെ 3ാമത്തെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഇതൊക്കെ ഊരി ഞാൻ ബ്രെഡ് എന്ന് എൻ്റെ വായിൽ വരുന്ന ഗൈസ്. ഞാൻ ബെഡ് ഒന്ന് ശരിയാക്കി. നമസ്തേ ഗൈസ്. ആൻഡ് അപ്പോൾ ഞാൻ നിലവിലിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാനായിട്ടുള്ളത് ബ്രെഡ് ടോസ്റ്റും മുട്ട ബുൾസയോ റെഡിയാവും. അപ്പം ഞാനിത് ചൂടാക്കാൻ വെച്ചേക്കാണ്. ഞാൻ ഇന്നലെ തോരൻ ഉണ്ടാക്കിയ പാത്രമാണ് അത്. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ രാവിലെ ബുൾസൈ ഉണ്ടാക്കും. ഈസി പീസി. അപ്പം ഒരു പാത്രം കഴുകിയാൽ മതി. പിന്നെ കുറച്ച് പാത്രങ്ങൾ എടുത്തു വെക്കാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, വേസ്റ്റ് കളയാനുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം നമുക്കിവിടെ മേ ബി എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ അടുത്ത വീക്കിലേക്ക് അതിൻ്റെ പിന്നത്തെ വീക്കിലേക്ക് പുതിയൊരു റൂംമേറ്റ് കൂടെ വരും അപ്പുറത്തേക്ക്. ആള് പക്ഷേ ഇപ്പം നിലവിൽ ക്രാങ്കിളാണ്. അപ്പോൾ ഒരു ആഫ്രിക്കനാണ്. അപ്പോൾ പുള്ളിക്കാരി വരുമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വരുവാണെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പേഴ്സണലി ഞാനും നന്ദു ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത്ര ക്ലോസ്ഡ് ആവുന്ന ടൈപ്പല്ല. പക്ഷെ ഇവള് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണ്. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണ്. ലൈക്ക് ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം നമുക്ക് ഇന്ത്യൻ ആണെങ്കിൽ ഒരു ദിവസം നമുക്ക് ആഫ്രിക്കൻ ഡിഷസ് ഉണ്ടാക്കുന്നത്. മൈഗോട്ട് എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ നിന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സൺസ് അല്ല. ലൈക്ക് ഞങ്ങൾക്ക് അവളുടെ അടുത്ത് ഹെയ്റ്റോ കാര്യങ്ങളോ അങ്ങനെ ഒരു സംഭവം അല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. കാരണം നമുക്ക് മറ്റേ ഇതുണ്ടല്ലോ, ഒരു ഞങ്ങളെപ്പോഴും ഞങ്ങൾക്ക് ഒരു പാലം വെക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതിര് കടന്ന് ഞങ്ങൾ ആരുടെടുത്തും ക്ലോസ് ആവില്ല. അപ്പോൾ ഇവളെ ഇഷ്ടമല്ലാണ്ടിട്ടൊന്നും അല്ല കേട്ടോ. പക്ഷെങ്കിലും പേഴ്സണലി ഞങ്ങൾ ആരും ഇപ്പം ഇവിടെ ഒരു മലയാളി വന്നാൽ പോലും ഞങ്ങൾ തിരിഞ്ഞു നോക്കൂല. കാരണം ഞങ്ങൾക്ക് ഇഷ്ടമല്ല മീൻസ് ആളെ വ്യക്തിനെ ഇഷ്ടമല്ലാണ്ടിട്ടല്ല. ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് പേഴ്സണലി താല്പര്യമില്ല. ഈ നന്ദു ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഞാൻ പോകുന്നത് ഇഷ്ടമല്ല. അവർക്ക് അവരവരുടെ ഒരു ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നതാണ്, പഠിക്കുന്നതാണ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പം മനസ്സിലാവുമായിരിക്കും. അപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, അവൻ്റെതായിട്ടുള്ളതുണ്ട്. അപ്പം ഇവള് വരുമ്പോഴത്തേക്കും നമുക്കത് നമ്മുടെ പ്രശ്നംസോ കാര്യങ്ങളോ നമുക്ക് ആളുടെ അടുത്ത് പറയാൻ പറ്റില്ല. പക്ഷെ ആൾ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര പാടാണ്. നോ പറയാനുള്ളതും ബുദ്ധിമുട്ടാണ്. ഞാനങ്ങനെ ഒരു ബട്ടർ ലവറൊന്നും അല്ല. എനിക്കങ്ങനെ ബട്ടർ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ എങ്കിൽ കൂടിയും ബട്ടർ വലിയ കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്കൊക്കെ കഴിക്കും കേട്ടോ, വല്ലപ്പോഴൊക്കെ. അപ്പം നമുക്ക് ഇച്ചിരി ബട്ടർ നമ്മുടെ ബ്രെഡിൽ തേച്ചിട്ട് കഴിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ നമ്മുടെ ഇന്ന്. കാരണം ഇത് ഞങ്ങൾ ഇവിടെ നിന്ന്, ഇത് നമ്മുടെ സാധാ ബ്രെഡില്ലേ നമ്മൾ മറ്റേ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത്, അങ്ങനത്തെ ബ്രെഡല്ല. കാരണം ഞങ്ങൾ ഇവിടുന്ന് അങ്ങനത്തെ ബ്രെഡ് വാങ്ങലിപ്പോൾ പൊതുവെ കുറവാണ്. ഞങ്ങൾ കൗഫ്ലൻഡിലോ അല്ലെങ്കിൽ എവിടെയാണ് പോകുന്നതെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്യാൻ വാങ്ങുന്നത്. അവിടെ ഫ്രഷ് ബ്രെഡ് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ സാധനം ഞങ്ങൾ കട്ട് ചെയ്താണ് വാങ്ങുന്നത്. കവറിലിട്ട് കട്ട് ചെയ്ത് വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. മറ്റേ ബ്രെഡോട് എടുക്കട്ടെ. ഈ 2 ബ്രെഡ് എനിക്ക് തികയില്ല. സോ ഞാൻ ഒരു 2 ബ്രെഡോടെ ടോസ്റ്റ് ചെയ്യാൻ ഇനി വെക്കും. സോ ഗൈസ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ലാപ്പോടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഈ ഒരു ടൈമിൽ എന്തെങ്കിലും മൂവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസോ അല്ലെങ്കിൽ ഉപ്പുമുളകോ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പയ്യെ ആസ്വദിച്ച് കഴിക്കും. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ.
സോ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലും ഒരു 10 മിനിറ്റത്തെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഒരു ഡേ പ്ലാൻ ചെയ്യാൻ പോണത് സാധാ മോർണിംഗ് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് വെക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട് ഐ തിങ്ക് ഇന്നൊരു വ്യാഴാഴ്ചയാണ്, 18-ാം തീയതിയാണ്. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് അവിടെ ഇരിക്കട്ടെ, അത് ചെയ്യാൻ നമുക്ക് ടൈമുണ്ട്. അപ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ കുറച്ച് ഡ്രസ്സെല്ലാം എടുത്തിട്ട് വന്നിട്ട് കുറച്ച് അലക്കാനിടാനുണ്ട്, അത് കൂടാണ്ട് കുറച്ച് ഉണങ്ങാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അത് ചെയ്യാൻ വേണ്ടി പോവാണ്. ഉണങ്ങിയിട്ടേക്കുന്ന തുണി കുറച്ച് മടക്കി വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അത് മടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമുക്ക് പോയി മടക്കാം. അങ്ങനെ ഓരോരോ പണികൾ ചെയ്ത് വരുമ്പോഴത്തേക്കും സമയം ഏറെക്കുറെ പോവുകയും ചെയ്യും, എല്ലാം തീരുകയും ചെയ്യും. അപ്പം ഞാൻ ഇവിടെ തന്നെ മടക്കി വെക്കും. ലൈക്ക് ഇതാണ് ഡ്രസ്സ്, ലൈക്ക് വർക്കിൻ്റെ ക്ലോത്ത്സും സാധാ കുറച്ച് ക്ലോത്ത്സും ആണുള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ മടക്കി ഇവിടെ വെക്കും. ആൻഡ് അടുത്ത തുണി നമുക്ക് അലക്കാൻ ഇട്ടിട്ട് ഇത് പടിപടിയായിട്ട് നമ്മൾ കൊണ്ടുവയ്ക്കും. അങ്ങനെയാണ് ഞാൻ നിലവിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഓരോ സെക്ഷൻ തിരിച്ച് മടക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇത് വർക്ക് ക്ലോത്താണ് എൻ്റെ. അപ്പോൾ വർക്ക് ക്ലോത്ത് എല്ലാം വർക്ക് ക്ലോത്തിൻ്റെ സൈഡിൽ വയ്ക്കും. ഓക്കെ, അപ്പോൾ എളുപ്പമുണ്ട്, ഇതേപടി തന്നെ അങ്ങോട്ട് കൊണ്ടുവച്ചാൽ മതി. അങ്ങനെ ഡ്രസ്സെല്ലാം കൊണ്ട് മടക്കി വെച്ച ശേഷം ഞാൻ ദാ വീണ്ടും വന്നിരിക്കുന്ന കുറച്ച് തുണികളൊക്കെ ആയിട്ട് അലക്കാൻ ഇടാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ജനലം തുറന്നിട്ടോ, കാരണം ഇത് അത്യാവശ്യം വെളിയിൽ നല്ല സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു ടൈമാണ്. അത് നമുക്ക് ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നല്ല സൺലൈറ്റ് ഒക്കെ കിട്ടിയിരിക്കും. ഇതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം നിലവിലില്ല, ഇപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് കയ്യിൽ ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് ഇതിനകത്തേക്ക് ഇടാം. ഞാനെല്ലാം മിക്കവാറും ഒന്നിച്ച് കിട്ടും. എനിക്ക് സമയം ഇല്ലെന്നുണ്ടെങ്കിൽ, സമയം ഉണ്ടെന്നുള്ള ടൈമാണെങ്കിൽ എല്ലാം വ്യത്യസ്തമായിട്ടാക്കി. ഇന്ന് സമയം ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്നിച്ച് അങ്ങ് എടുത്തിടുക. പിന്നെ പാൻറ്റിൻ്റെ ഒക്കെ പോക്കറ്റിലൊക്കെ ആദ്യം തപ്പി നോക്കിയിട്ടിടാവുള്ളൂ, കാരണം കണ്ടോ ഗ്ലൗസും കാര്യങ്ങളൊക്കെ കാണും ജോലിക്ക് കൊണ്ടുപോകുന്നോണ്ടേ. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് സമയം പോകും ഗൈസ്. തുണിയൊക്കെ കുത്തിക്കേറ്റിൻ്റെ അത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 3 ഇന്നർവെയർ ഞാൻ ഇട്ടിട്ടില്ല, കാരണം അതെനിക്ക് പീരീഡ്സ് ആയ ടൈമിൽ ഞാൻ ഉപയോഗിച്ചായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയുള്ളത് ഇടില്ല, കാരണം ബ്ലഡിൻ്റെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ വൈറ്റ് ഡ്രസ്സൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനി പറ്റൂലോ, അതുകൊണ്ട് ഇടില്ല കേട്ടോ. ഇടാൻ പാടില്ല, അല്ലെങ്കിലും വൃത്തിയില്ല, ഹൈജീനിലുണ്ടാവുമല്ലോ. അപ്പം ഈ സാധനമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ഒന്നും പൊട്ടിക്കുന്നുണ്ട്, സോയ അതിനകത്ത് കിടന്ന് അലുത്ത് സെറ്റ് ആയിക്കോളൂ കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകത്തിങ്ങനെ വെച്ച് കൊടുക്കും. ആൻഡ് ഇത് ക്ലോസ് ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഇവിടുത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 40 ഇടില്ല, അല്ലെങ്കിൽ 60 ഇടാം. ഞാൻ 40 ഇട്ടിട്ട് സ്നെൽ വാഷിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം വാഷ് ചെയ്ത് കിട്ടും. 1 hour കൊണ്ട് വാഷ് ചെയ്ത് കിട്ടും. സ്നെൽ വാഷിന് ഇട്ടില്ലെങ്കിൽ 2 hours എടുക്കും. ഇപ്പം നമുക്ക് 2 hours എടുത്ത് വാഷ് ചെയ്താൽ മതി. അതുകൊണ്ട് ഓണാക്കുക. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി അത് അവിടെ കിടന്ന് സെറ്റാവും. ആ ടൈം കൊണ്ട് നമുക്ക് കൊണ്ടേ മടക്കി വെച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ഉണ്ടല്ലോ, അത് എടുത്ത് വെക്കണം. അടുക്കളയൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അടുക്കള ഞാൻ ഓർത്തു കുക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്യാം, കാരണം ഒത്തിരി പാത്രങ്ങളൊന്നും ഇല്ല. കുറച്ച് 2-3 ഇവിടെ കിടക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം തന്നെ ക്ലീനാണ്. ഇന്നലെ ഞാൻ ക്ലീൻ ആക്കിയതായിരുന്നു. അപ്പോൾ ഇന്നിനി എന്നാ ഉണ്ടാക്കും എന്നുള്ള ഒരു ആലോചനയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതും ഒന്ന് കണ്ടുപിടിക്കണം. ഓഫ് കോഴ്സ് മീൻ വറുക്കാം, ചോറും വെക്കണം. അപ്പോൾ അത് വലിയ പണിയില്ലാത്ത കേസാണ്, മീൻ വെട്ടി വറുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതുണ്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഞാൻ ബ്രേക്ക് എടുത്തപ്പോൾ കഴിച്ച കുറച്ച് നട്ട്സാണ് ഈ കിടക്കുന്നത്, പിന്നെ എൻ്റെ വെള്ളം കുപ്പി. അപ്പോൾ ഇതാണ് ഡ്രസ്സസ് കൊണ്ട് മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കണം. അതിനിപ്പുറം ഞാൻ ജനൽ ഇവിടുത്തെ ഓപ്പൺ ആക്കി വരട്ടെ. ഒരപ്പം പോകുന്നുണ്ട്, കണ്ട ഇതിങ്ങനെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ആവില്ല ഗൈസ്. ഞാൻ അല്ലാണ്ട് ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഈ വിൻഡോ തുറക്കാം. യെസ്, അപ്പോൾ അങ്ങനെ
അങ്ങനെ കുറച്ച് നേരത്തെ ഇൻസ്റ്റഗ്രാം കേരളത്തിനൊടുവിൽ ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് നീങ്ങുന്നു സുഹൃത്തുക്കളെ. നമ്മളവിടെ തുണിയിലൊക്കെ ഇട്ടേക്ക് വരുന്നു. ആ കേസ് മറന്നു ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. എനിവേ അടുക്കളയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് പ്രയോറിറ്റി പാത്രങ്ങളെല്ലാം കഴുകിയിടുക. പാത്രങ്ങൾ കഴുകിയിടൂ. ഞാൻ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ടിട്ട് വിളിച്ച് പാത്രങ്ങൾ കഴുകിയിടുക എന്നൊക്കെ. കൂട്ടുകാരി ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്തെ മുറിയിലേക്ക് ആ പെണ്ണ് വരുന്നുണ്ട്. അപ്പം എൻ്റെ റൂമിൻ്റെ മേലെ പുള്ളിക്കാരി ഇറങ്ങി പോകാൻ ഞാൻ പേടിച്ച്. അപ്പോൾ നമുക്കിനി ക്ലീൻ ചെയ്യണ്ട. അപ്പോൾ ഇനി ഫസ്റ്റ് പരിപാടി ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം നല്ല തിരക്കായിരുന്നു. അവൾക്ക് റൂം ഷിഫ്റ്റ് ചെയ്യാനുള്ള സഹായവും പെട്ടി പിടിക്കുന്നതും അതും ഇതൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയില്ല, ഫുഡ് കഴിച്ചില്ല. അപ്പോൾ പിന്നെ നന്ദു ജോലി ചെയ്യുന്ന ടൈമിലേക്ക് ഞാൻ നന്ദുവിൻ്റെ അങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് ഞങ്ങളുടെ ട്രെയിൻ മിസ്സായി. അവിടുന്ന് ഫുഡ് കഴിച്ചു. പക്ഷേ കടയിൽ നിന്ന് പിന്നെ കുറച്ച് സാധനങ്ങളോടെ ഞാൻ വാങ്ങിച്ചു. കാരണം പിറ്റേ ദിവസം, അതായത് വെള്ളിയാഴ്ച എനിക്ക് കഴിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഓറിയോൻ്റെ പാക്ക് വാങ്ങിച്ചു. അതുപോലെ തന്നെ ഒരു ബ്രെഡ് എടുത്തു. ഷോക്കോ ബ്രിയോഷൻ അല്ലല്ലോ, ഷോക്കോ ബ്രോട്ടാന്ന് തോന്നുന്നു, കറക്റ്റ് ഓർക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഒക്കെ ഫില്ല് ചെയ്തിട്ടില്ല. പിന്നെ ഒരു വെള്ളം കുപ്പി എടുത്തു. സോ ഗായ്സ്, ആൻഡ് നമ്മളിപ്പം എവിടെയാണ്, വീട്ടിലേക്ക് നടക്കുവാണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് വീഡിയോ എടുത്തില്ല. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു കൊച്ചു വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അവൾ ഇന്ന് വേഗം വന്നു, അപ്രതീക്ഷിതമായിട്ട്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. പിന്നെ എൻ്റെ എന്താ പറയുക, കോണ്ടാക്ട് പേഴ്സണും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫുള്ളി ടെൻഷനായിരുന്നു. കാരണം വീട് ക്ലിയർ അല്ല. ഞാൻ പിന്നെ അവരുടെ കൂടെ എല്ലാം ക്ലീനാക്കാനൊക്കെ നടക്കായിരുന്നു, അവരുടെ മുറിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് സ്ട്രെസ് ഔട്ടായി, വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളായി. അപ്പോൾ ഇപ്പം ഞാനത് കഴിഞ്ഞ് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ബ്രെഡ് കഴിച്ചില്ലേ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്താ അപ്പം ഞാൻ ഓർത്തു നന്ദു എന്തായാലും ജോലി കഴിഞ്ഞിട്ട് വരുവാണ്. അപ്പം അവൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡും കഴിക്കാം. ലൈക്ക് ഞങ്ങൾ പേടിച്ചില്ല, എന്നാ കൈ പിടിച്ച് വെച്ചപ്പോൾ പറഞ്ഞാൽ പോരായിരുന്നോ. സോ അപ്പം ഞങ്ങൾ ഒരു പ്രാന്തൻ്റെ കൂടെ പോകുമ്പോഴുള്ള പാടുണ്ടല്ലോ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലാവില്ല അത്. സോ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നന്ദു പ്ലീസ്, ഞാൻ നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞു വന്നാൽ ഞാൻ അങ്ങോട്ട് വരാം, ഫുഡ് വെച്ചിട്ട് വരാമെന്നുണ്ട്. നമ്മൾ എന്നാ വെച്ചാൽ ഹെൻഷൻ കോയിലും തോമസും നന്ദു ഈ യൂട്യൂബിൽ വരും അതൊക്കെ. അല്ലോ കാണിച്ചേ, ആരാത്, അമ്മാവനോ ഏതൊരു പുള്ളിയിൽ കൈയൊക്കെ ഇങ്ങനെ നോക്കി കടിക്കുക. പുള്ളിയാണ് മൈനോട്. നന്ദു ഞാൻ ഇടൂട്ടോ, സീരിയസ്ലി. 1 2 3 ഞാൻ കരണ്ട് തിന്നു നിന്നെ. അങ്ങനെ ഇപ്പൊ എന്റെ ചുണ്ട് അങ്ങനെ ചുണ്ട് ഇത് ഒട്ടിപ്പിടിച്ചു, പിന്നെ വേണ്ട. അപ്പം ഞങ്ങൾ പോയി ആ പെണ്ണിനെ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ നന്ദുവിന്. ആൻഡ് കുറച്ച് ഞങ്ങളുടെ പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റട്ടെ, ഇല്ലെങ്കിൽ അവള് ഞങ്ങളുടെ കഞ്ഞി വെക്കുന്ന പാത്രത്തിൽ ഇപ്പം എന്തെങ്കിലും മീൻതലയൊക്കെ എന്തെങ്കിലും ഇട്ട് വെക്കും. സോ ഗൈസ് ബൈ. പിന്നെ കാണാം, വീട്ടിൽ പോയിട്ട് കാണാം. വൈകുന്നേരം വേസ്റ്റ് അങ്ങനെ കളഞ്ഞു. Und Sonne scheint. Na? Scheiße. Scheiße Wetter in Deutschland. Ja, Sonne scheint. So warm. Scheiße warm. Warum? Ich habe heute mit Frau gesagt, dass Sonne scheint und hier ist so warm. Und sie sagt, ja, scheißes Wetter, ne? Ach, guck mal. Sie sagt Deutsche. Sie mag auch nicht. Ja, aber sie darf sagen. Wird es nicht. Warum? Das ist mein Mund, das ist meine Zunge. Geht es? Scheiße. Nass geworden. Yeah. So guys, ഇനിയിപ്പോൾ എൻ്റെ സ്റ്റഡി ടൈമാണ്. എൻ്റെ വേൾഡിൽ കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ സ്റ്റഡി സെക്ഷനാണ്. അപ്പം ഞാനിപ്പോൾ നിലവിൽ പഠിക്കാൻ വേണ്ടിയിരിക്കുന്നത്
കുറച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ കുറച്ചൊരു ചിരുർഗി ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതിന് മുന്നേ ഉള്ള കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യത്തിൻ്റെ കോപ്പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് അനസ്തേഷ്യ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് അതിനെപ്പറ്റിയിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, പക്ഷേ വിവിധ തരം അനസ്തേഷ്യകൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്, പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നത്. പിന്നെ ഞാൻ പഠിക്കും, കുറച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസമേ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ എൻ്റെ കുട്ടീനോട്ടാണ് കേട്ടോ ഈ എഴുതിയിരിക്കുന്നതൊക്കെ. അപ്പം ഞാൻ ഇനി പയ്യെ ഓരോന്നിനും തുടങ്ങി പയ്യെ തീർക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാനിപ്പം നർക്കോസ് ഫെർഫാറൻ ഇത് എടുക്കാൻ ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷനോ അല്ലെങ്കിൽ ലാസ്റ്റിന്നോ എല്ലാം ഞാൻ തുടങ്ങും. ആൻഡ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ കിടക്കും. ഏകദേശം ഇപ്പോൾ ഒരു 9 മണിയായി, ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും ഞാൻ കിടക്കും. അപ്പം എനിവേ നമുക്ക് അടുത്ത വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. Don't play with it, don't be the size. Still not